ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണന്റെ പടം വരച്ച് ഫേമസ് ആയ ജസ്ന സലീം പുള്ളിക്കാരത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാനുള്ള കാരണം ഈ സ്ത്രീക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് മതസ്പർദ്ധ പരത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കലാപാഹനത്തിന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവർ നിരന്തരമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ സന്ദർശിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും അതുപോലെ പല ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് തന്നെയാണ് ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. മാത്രമല്ല, ഒരു കേരള ഹൈക്കോടതിന്റെ ഉത്തരവും ഇവർ ലംഘിച്ചിട്ടുണ്ട്. അവിടെ പോയി റീൽസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് പോലും വകവെക്കാതാണ് ഇവർ ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നത്. ഇത് സംബന്ധമായി നമ്മളൊരു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ പുള്ളിക്കാരത്തി ഒരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വിഷുവാണ്. വിഷുവായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇവരൊരു ഫോട്ടോ 12 കൊല്ലമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇവർ വരച്ചൊരു ഫോട്ടോ ഈ വിഷുവിന്റെ അന്ന് കൊടുക്കാറുണ്ട്. ഇന്ന് അതുപോലെ ഒരു ഫോട്ടോയും കൊണ്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ആദ്യം ഇവരുടെ ആ ഒരു ഫോട്ടോ, ഈ വട്ടം ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുതായിട്ടൊന്ന് മാറ്റിയാണ് കണ്ണനെ വരച്ചിരിക്കുന്നത്. സാധാരണ ഫോട്ടോസ്റ്റാറ്റ് പോലായിരുന്നു കണ്ണനെ വരച്ചു വെക്കുന്നത്. നമുക്ക് ആദ്യം ഇവർ വരച്ച അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിക്കാൻ പോകുന്ന ആ ഒരു ഫോട്ടോ ആദ്യം കാണാം. കണ്ണനെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇത് ഈ വർഷം ഗുരുവായൂർ വിഷുവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണ്. 12 വർഷമായി ഗുരുവായൂർ ഞാൻ ഫോട്ടോ സമർപ്പണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വെണ്ണക്കണ്ണനല്ലാതെ മറ്റൊരു കണ്ണനെ, എന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണന്മാർ തന്നെയാണ്, പക്ഷേ എല്ലാ വർഷവും വെണ്ണക്കണ്ണൻ, വെണ്ണ ഉണ്ണുന്ന കണ്ണനെയാണ് ഞാൻ അവിടെ സമർപ്പിക്കാറ്. ആദ്യമായിട്ടാണ് വേറൊരു രൂപത്തിലുള്ള കണ്ണനെ ഞാൻ സമർപ്പിക്കുന്നത്. 2 മണിക്കൂർ മുമ്പ് പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ്. സാധാരണഗതിയിൽ പുള്ളിക്കാരത്തി സമർപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു വെണ്ണക്കണ്ണനായിരുന്നു. എവിടാണത്? കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഇപ്പത്ത് കാണിച്ചു തരാം. എവിടാ വെണ്ണക്കണ്ണൻ? ചേട്ടാ ഒന്ന് വാ, വെണ്ണക്കണ്ണു ഫോട്ടോ എല്ലാം മുഖ്യ ചേച്ചി. അതാണ്ട് സാധാരണഗതിയിൽ ഈ ഒരു കണ്ണന്റെ പിക്കായിരുന്നു പുള്ളിക്കാരത്തി ഇത്ര നാൾ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഫേസ് ഒക്കെ അതുപോലൊക്കെ തന്നെ, ശരീരമൊക്കെ ഒന്ന് മാറ്റി, ആ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന കലമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒന്ന് മാറ്റി വരച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതോടൊപ്പം തന്നെ പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു വീഡിയോയും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അതോടെ കാണിക്കാം. വിഷു സ്പെഷ്യൽ ആണ് കേട്ടോ. എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഗുരുവായൂർ അമ്പലത്തിന്റെ റോഡിൽ വല്ലതും ആണോ ഇനി? ഇത് അവിടെ വിഷുക്കണി എന്തോ ഒരുക്കിയേക്കുവാണ്. ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണനോടുള്ള അതിയായ സ്നേഹം അങ്ങ് തുളുമ്പുന്ന ജസ്നയാണ് ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ആരോടോ എന്തോ പ്രതികാരം തീർക്കുന്നത് പോലാണ് സത്യത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു റീലും കൂടെ പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ട്. പാട്ടാണ് മുഖ്യം കേട്ടോ. പാട്ട് കേട്ടല്ലോ. ഈ പാട്ടാണ് പുള്ളിക്കാരത്തി റീലായിട്ട് ഇട്ടേക്കുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് മനഃപൂർവ്വം ഇനി വിശ്വാസികളെ ചൊറിയാൻ വേണ്ടിയിട്ടാണോ ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നത്. ഇത്രയും ഇഷ്യൂസ് ഉണ്ടായി, കലാപാഹ്വാനത്തിന് വരെ ഇവരുടെ പേര് കേസ് വന്നു, എന്നിട്ടും പുള്ളിക്കാരത്തി അടങ്ങുന്നില്ല. പ്രഹസനം നല്ല രീതിയിലുണ്ട്, ഷോ ഓഫ് നല്ല രീതിയിലുണ്ട്. ഇവരൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ഒരു ഫോട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നതെങ്കിൽ ഇവർക്ക് അതൊരു വീഡിയോ ആയിട്ട് ചിത്രീകരിക്കാതിരിക്കാമായിരുന്നു. കാര്യം വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും പിന്നെയും ഇത് ചർച്ചയായിട്ട് വരുമെന്ന് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പം ഭക്തിയല്ല ഇവിടെ പുള്ളിക്കാരത്തി ലക്ഷ്യം വെച്ചേക്കുന്നത്. എഗെയിൻ ആൻഡ് അഗെയിൻ ഇതൊരു നല്ല മാർക്കറ്റിംഗ് രീതിയിലോട്ടാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ തന്നെയാണ് നമ്മളും ഇവിടെ വിമർശിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഇവരുടെ യൂട്യൂബ് ചാനലിൽ, ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, നിനക്കായി കണ്ണ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. നിനക്കായി കണ്ണ ബൈ ജസ്ന സലീം എന്നുള്ള രീതിയിലാണ് ചാനലിന്റെ തന്നെ പേര്. ഓക്കെ, ഈ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ അത് വെക്കാം. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. വ്യാജ പ്രചരണമൊന്നും നമ്മൾ ഇവിടെ നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി ആരുടെങ്കിലും മിസ്ലീഡിങ് തമ്മിൽ കണ്ടിട്ട് അത് വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കാം. ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദ യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ അവരുടെ പേരെടുത്ത് പറയാനുള്ള ധൈര്യം കൂടെ കാണിക്കണം. അല്ലാതെ യൂട്യൂബേഴ്സിനെ മൊത്തത്തോടെ അങ്ങ് അടിച്ചാക്ഷേപിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് വിറ്റിട്ട് അന്നം മേടിക്കുക. നിങ്ങളെ വിറ്റിട്ട് അന്നം മേടിക്കേണ്ട ഒരു ഗതികേടും ഇവിടെ ആർക്കും ഇല്ല. ഇവിടെ കണ്ടന്റിന് യാതൊരു ക്ഷാമവും ഇല്ല. പിന്നെ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് എല്ലാവരും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്.
അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഉത്തരം മുട്ടുമ്പോഴേ കൊഞ്ഞാണം കുത്തുന്ന പരിപാടിയാണ് ഈ യൂട്യൂബേഴ്സ് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കുരു പൊട്ടുവാണെങ്കിൽ വന്ന് സംസാരിക്കുന്നത്. എന്നെ വിറ്റ് നീയൊക്കെ ജീവിക്കുമല്ലോടാ, എന്നെ വിറ്റ് ജീവിക്കുമല്ലയോ. എല്ലാ ടീംസും വന്ന് സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗാണ്. കേട്ട് കേട്ട് നമ്മൾ മടുത്ത്. നിങ്ങളൊന്ന് മാറ്റി അടിക്കുക. കാര്യം ഇത് വളരെ ക്ലീശ ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഡയലോഗ്. എന്നെ വിറ്റ് അരി തിന്നുമല്ലോടാ. ഒരു പുള്ളി വണ്ടങ്ങാണ്ട് വന്നു പറഞ്ഞായിരുന്നു നിന്നെ വിറ്റാണ് ഞാൻ അരി മേടിക്കുന്നതെന്ന്. അതിനുശേഷം ഏത് വീഡിയോ ചെയ്താലും എന്നെ വിറ്റരി എന്തോ നടയും. നിന്നെ ഒന്നും വിറ്റ് അരി ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചി കാണിക്കുന്നതിനേക്കാളും വലിയ കൊള്ളരായ്മയൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. നിങ്ങൾ ഈ ഇസ്ലാം മതവും അതുപോലെ തന്നെ കൃഷ്ണനെയും കൂടെ കൂട്ടിക്കലർത്തി മാർക്കറ്റ് ചെയ്ത് നിങ്ങളുടെ പിക്ചർ വിൽക്കുന്ന അത്രയും തൊട്ടിത്തരമൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്തോ വലിയ സർപ്രൈസ് ഉണ്ടെന്നാണ് ഇത്ത പറയുന്നത്. അടുത്ത എന്തോ പ്രശ്നം ലോഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കൊള്ളാം. ഇന്നലെ ഇട്ട വീഡിയോ ആണ്. അപ്പം വിഷുവിന് ഈ പറയുന്ന കാട്ടായം കാണിക്കുന്നതായിരിക്കും സർപ്രൈസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതോ അതിനേക്കാളും വലുത് ഇനി എന്തെങ്കിലും വരാനുണ്ടോ? നോ ഐഡിയ. അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ, ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. ആരെ ഈ ലവളുമാര്? നിങ്ങൾ അതാ പറഞ്ഞത്. നിങ്ങൾ ഈ വലിയ വായിൽ ഈ വർത്താനം പറയുന്ന സമയത്ത് ഈ ലവളുമാരുടെയും ലവന്മാരുടെയും പേരെടുത്ത് പറയാനുള്ള ഗട്ട്സും കൂടെ കാണിക്കണം. അല്ലാതെ വന്നിട്ട് ലിവളെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളിക്കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളിക്കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളിക്കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? എൻ്റെ മഹല് എവിടെയാണ് മൊയന്തേ? എൻ്റെ മഹല് വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ. അപ്പോൾ ഓന് കുറച്ച് ആളാവാം, ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും. ഏതോ ഒരുത്തന്റെ വോയിസ് പുറത്തായിട്ടുണ്ടായിരുന്നു, ഇവരെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള. അവന് കൊടുക്കുന്ന മറുപടിയാണ് പറഞ്ഞത്. അതിന്റെ അവസാനവും പറഞ്ഞു വെക്കുന്നത് അവന് കൊടുക്കേണ്ട മറുപടി എവിടെങ്കിലും വെച്ച് നേരിട്ട് കാണുമ്പോൾ ഞാൻ കൊടുത്തോളാം, അതും ലൈവായിട്ട്. അവിടെയും അടി നടക്കുന്നത് ലൈവായിട്ട് ജനങ്ങളെ കാണിക്കുകയും റീച്ച് ഉണ്ടാക്കുകയും ചെയ്യണം. അതാണ് പുള്ളിക്കാരത്തിന്റെ ഉദ്ദേശം. എല്ലാം കണ്ടന്റാണ്, റീച്ചാണ് തായ്ക്ക്. അതാണ് മെയിൻ പോയിന്റ്. സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. ഇവർക്കിപ്പോഴും ഈ ഒരു സബ്ജക്റ്റിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഈ പറയുന്ന വിശ്വാസികളുടെ ഉള്ളിൽ ഒരു കരട് അത് ഉണ്ടാക്കും. അത് വേറൊരു തരത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അമ്പലത്തിൽ ചെന്നിട്ട് ഈ രീതിയിലൊക്കെ ഇത് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കലാപത്തിൽ ചെന്ന് അവസാനിക്കത്തോളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ പേരിൽ ഈ ഒരു വകുപ്പിൽ കേസ് എടുത്തിരിക്കുന്നത്. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിനൊരു കാരണക്കാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഉള്ളത് മറ്റേ വിഷമായിട്ടുള്ള VK ബൈജുവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉറങ്ങുമ്പം പോലും ബാക്കിയുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞ് ഈ പറയുന്ന മത തീവ്രവാദം ഇവിടെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. പിന്നെ വേറെ കാര്യം, ഒരു മുസ്ലിം സ്ത്രീ വന്നിട്ട് ഹിന്ദു ദൈവത്തിനെ വിറ്റ് കാശാക്കുകയാണ്. ഇത് കാണുന്ന വിശ്വാസികൾക്ക് ഗുരു ഒട്ടുമോ ഇല്ലോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് നിങ്ങളുടെ കച്ചവടം നടത്തി പോവാം, അതിനാരും ഒരു തെറ്റു പറയത്തില്ല. പക്ഷെ ഇതിങ്ങനെ വന്ന് ഷോ ഓഫ് കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഹിന്ദു ആരാധനാലയങ്ങളിൽ കയറാൻ ആഗ്രഹിക്കുന്ന അന്യമതത്തിൽപ്പെട്ട ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്നിട്ടും കേരള ഹൈക്കോടതി ഇങ്ങനൊരു നിയമം പുറപ്പെടുവിച്ചു. അന്യമതസ്ഥർക്ക് ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള അമ്പലങ്ങളിൽ കയറാൻ പാടില്ല എന്നുള്ള ഒരു നിയമം എന്തുകൊണ്ട് കൊണ്ടുവന്നു? ബാക്കിയുള്ള മതത്തിൽപ്പെട്ട ആളുകൾ അങ്ങോട്ട് ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വ്യക്തി
വ്യക്തികൾ എല്ലാ ആൾക്കാരും ഒരുപോലെ സ്വീകരിക്കണമെന്നില്ല. അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, അവിടെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. അത് പിന്നെ വേറൊരു കലാപത്തിലോട്ട് മാറും. ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹിന്ദു വ്യക്തി പോയി കയറുകയാണ്, അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറെ ലെവലായിരിക്കും. എന്തിന് ഒരു സ്ത്രീ ആയ നിങ്ങൾ തന്നെ പോയി മുസ്ലിം പള്ളിയിൽ കയറി ഇവിടെ നിന്ന് കത്തും. പക്ഷെ വിശ്വാസികൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും മറ്റൊരു മതത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ പ്രവർത്തിക്കത്തില്ല. മറ്റൊരു മതത്തിന്റെ ആചാരത്തെ ലംഘിച്ച് പ്രവർത്തിക്കത്തില്ല. സ്വന്തം മതത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു മതത്തെയും ആ ഒരു റെസ്പെക്ടോടുകൂടി കാണാൻ പറ്റത്തുള്ളൂ. ഓരോ മതത്തിലും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. എല്ലാ ആചാരങ്ങളും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോഴും മാറ്റേണ്ടതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. പക്ഷെ സ്റ്റിൽ ഇതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ മെയിൻ റീസൺ ഇവിടെ ഒരു കലാപം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരു 50 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പ്രോഗ്രസീവ് ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറും. നാളെ പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾ പോയി കയറേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ദേവാലയങ്ങളിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെ ഒരുപോലെ സ്വാഗതം ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അത് പറ്റത്തില്ല. കാരണം ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അത് പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല, ഞാൻ ഏതായാലും ജയിലും ആയിട്ടില്ല. ഇനിയിപ്പം നാളെ ജയിലിലാവുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ? 40ഓളം കേസുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ്, എന്താ പറയുക, പെരുന്നാളിൻ്റെ സന്തോഷം. 40ഓളം കേസുള്ള ആൾക്ക് കഷ്ടം തന്നെ. എന്നാലും അത് ആരുടെ 40 കേസുള്ള ടീം ഒറ്റ കേസുള്ള ഇവരെ നോക്കി സന്തോഷിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേര് പറഞ്ഞ് ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നേ. പേടിയാണോ? എല്ലാവരെയും പേടിയാണോ? എന്നാലും കൊള്ളു. ആരാണെന്നാലും 40 കേസുള്ള ടീം. ഇവരുടെ ഒരു കേസിനെ പറ്റി അധികം ഒന്നും ഈ ഒരു വീഡിയോയിൽ ഇവർ സംസാരിക്കുന്നില്ല. എന്നാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ഇവരുടെ പേരിൽ കേസ് എടുത്തു എന്ന് ഇവര് മറ്റേ ജാമിദ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ കോൾ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം. അല്ല, ആ വാർത്തക്കകത്തെ ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ആ സംഭവം എന്നൊന്ന് പറയാമോ? അത് സംഭവം എന്താ വെച്ചാല്, ഞാൻ ഹരേ കൃഷ്ണ ജപമാല കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ചാർത്തുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാം എന്താ വെച്ചാല് ഞാൻ വിചാരിച്ചത് മതപരമായിട്ടുള്ള ചടങ്ങിന് വീഡിയോ എടുക്കാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതിൽ പ്രശ്നം ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ. എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. ഈ മതപരമായിട്ടുള്ള ചടങ്ങ് എനിക്ക് അവരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് കല്യാണം പോലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ മാല ചാർത്തുന്നതിനും അവിടെ ചെല്ലുന്നതിനും തുമ്മുന്നതിനും ഒക്കെ വീഡിയോ എടുക്കണമെന്നല്ല. ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ ഇതാണ്. ഇവരവിടെ ചെന്നിട്ട് കേക്ക് മുറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടും അവിടെ ചെന്നിട്ട് അങ്ങോട്ട് തേരാപ്പാരം പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടും ഇതങ്ങോട്ട് കാണുമ്പോഴാണ് ദേവസ്വം ബോർഡിലും ഈ വിശ്വാസികൾക്കും ഇളകുന്നത്. എന്നുവെച്ചാൽ മനഃപൂർവ്വം ഇളക്കി വിടാൻ വേണ്ടി ചെയ്യുന്ന പോലാണ് പലപ്പോഴും പല വീഡിയോസും കാണുമ്പോഴും തോന്നുന്നത്. അപ്പൊ ഞാൻ അത് പോസ്റ്റ് ചെയ്തു. അപ്പൊ അത്രേ ഞാൻ ചെയ്തു. ഞാൻ വേറെ അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഞാൻ ആ മാല ചാർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങ് പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വളച്ചൊടിച്ച് ഞാൻ തീവ്രവാദിയായി, അത്രേ ഉള്ളൂ. എന്തിനാ കൂടുതൽ ചെയ്യുന്നത്? ഇതൊക്കെ തന്നെ മതി. തൊട്ടാൽ കത്തുന്ന സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന മതം എന്നൊക്കെ പറയുന്നത്. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതും ഗുരുവായൂർ പോലുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. എല്ലാ മനുഷ്യരും ഒരുപോലല്ല, പലരും പല രീതിയിലായിരിക്കും അതിനെ എടുക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഭക്തിയാണെങ്കിൽ ഇപ്പം ഭക്തിയോടെ അമ്പലത്തിൽ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരവിടെ ചെന്നിട്ട് അവരെ തൊഴുക, തിരിച്ചു വരിക. അവരുടെ ഭക്തി ഉള്ളിലാണ്, അല്ലാതെ വീഡിയോയ്ക്കകത്തല്ല. നിങ്ങൾ എന്തിനാണ് അവിടെ ചെന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഇവര് കുറച്ചു മുമ്പേ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ 12 കൊല്ലമായിട്ട് ശ്രീകൃഷ്ണന് ഇത് കൊടുക്കുന്നുണ്ട്, ഈ കൊല്ലം കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു കൊണ്ടുവന്നതിന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. സോ ഇത് ഇവർക്ക് വേണമെങ്കിൽ സൈലന്റ് ആയിട്ട് ചെയ്യാം, ഒരു ഭക്തി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, ആരും അറിയത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോഴും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇവർക്കത് വീഡിയോ എടുക്കണം, പ്രചരിപ്പിക്കണം. ഇതാണ് ഇവരിൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാല അവിടെ ഇട്ടിട്ട് സൈലന്റ് ആയിട്ട് തിരിച്ചു വരാം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ആ മാല ഇട്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റും ചെയ്തു, അതിന്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ നാട്ടെ ജപമാല ഇട്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് കലാപോഹാനം അല്ലെങ്കിൽ മതസ്പർദ്ധ പരത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള തരത്തിൽ നിങ്ങളുടെ പേരിൽ കേസ് എടുത്തേക്കുന്നത്. അതിപ്പോഴും നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഇനിയെങ്കിലും ഇച്ചിരി വിവരത്തോടെയും വിവേകത്തോടെയും ചിന്തിക്കാൻ പഠിക്കും. നിങ്ങൾ ഈ ചെയ്യുന്നത് ചെറിയ കളിയല്ല, കുഞ്ഞുകളിയല്ല. ഇളകും പൊട്ടന്മാരാണ് ഈ മതഭ്രാന്തന്മാർ. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഉണ്ട് തലയ്ക്ക് പിടിച്ചവര്.
ബാക്കിയും കൂടെ കേൾക്കാം. നാളെ വിഷു ആണല്ലോ, എന്താണ് പരിപാടി? നാളെ വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട്. 12 വർഷം ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് സമർപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. 12 വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ. എന്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ കണ്ണനൊരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട്. അപ്പം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തയ്യാറെടുപ്പിലാണ്. എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും? പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് പോലീസ് പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ആരും ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെയും ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. പൊതുവെ ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടം ഇടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്തുകൂടെ ചുറ്റുക എന്നല്ലാതെ തല മറിച്ചിട്ട് പോലും ഞാനിപ്പം ഗുരുവായൂരേക്ക് അങ്ങനെ പോകാറില്ല. ഇനി അവർക്കൊരു വിഷയം വേണ്ടാന്ന് വിചാരിച്ച് അത്രമേൽ കണ്ണന്റെ ആചാരവുമായിട്ട് ഞാൻ പിന്നെ ഇതായി വന്നതായിരുന്നു. പക്ഷെ വ്യാജ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ എനിക്കൊന്നും ചെയ്യാൻ. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? മതം അങ്ങ് മാറ്, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ പിന്നെ തട്ടോ ഇടണ്ട, ഒന്നും ഇടണ്ട, മറ്റേ കുറിയും ഇടാം, നിങ്ങളുടെ കലാപരിപാടി നടക്കുകയും ചെയ്യും. ആരും നിങ്ങളെ ഒന്ന് കുറ്റപ്പെടുത്താനും പോകത്തില്ല. മതം അങ്ങ് മാറതാ നല്ലത്, ഏറ്റവും വൃത്തിയത. ഇതിപ്പം ഗുരുവായൂർ പോകണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആണ്. അതിന് വേണ്ടി 2 പോലീസുകാരെ എക്സ്ട്രാ പോകേണ്ട അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾക്ക് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ എനിക്കും നാളെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴണം, പോലീസ് പ്രൊട്ടക്ഷൻ എനിക്കും വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇവർക്ക് ഒതുങ്ങാൻ ഒരു തരത്തിലുള്ള താല്പര്യമില്ല. ഇത്രയും കേസായിട്ടും ആളുകളെ നോക്കി മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആളുകളെ നോക്കി കളിയാക്കുകയാണ്. ആ റീലൊക്കെ കണ്ടില്ലേ, സിനിമയിലെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് റീൽ എടുത്തിട്ടേക്കുന്നത്. സത്യമായിട്ടും അത് കണ്ടപ്പോൾ എനിക്ക് കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. ചുമ്മാ ഓരോ കാട്ടായം കാട്ടിക്കൂട്ടുന്നു, ഷോ കാണിക്കും, ഷോ ഇറക്കുന്നു. പിന്നെ ആളുകൾ പറയുന്നതിന് കുറ്റമുണ്ടോ? നിങ്ങൾക്ക് ചിത്രം വരച്ച് ജീവിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിത്രം വരച്ച് അത് വിറ്റ് ആ പടം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ റീലായിട്ടൊക്കെ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരു തടസ്സവും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഗുരുവായൂർ പോയി കിടന്നിറങ്ങുന്ന ആ ഒരു പരിപാടിയും കൂടെ എടുത്തിട്ട് അതിനെയും കൂടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ വേറെ രീതിയിൽ സാധനങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും ഇത്തതായിക്ക് ഒതുങ്ങാൻ ഒരു ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിട്ട്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരി, എനിക്ക് ബൈ.